السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ നസായി ഇമാം തൻ്റെ 3703 നമ്പർ ഹദീസിൽ ഒരു കഥ പറയുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ് ബഷീർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അൻസാരി പ്രമുഖനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ എത്തിയ ശേഷം ബഷീറിനൊരു കുഞ്ഞ് ജനിച്ചു. നബി തങ്ങളുടെ വരവിന് ശേഷം മദീനക്കാരായ അൻസാറുകൾക്ക് ഉണ്ടാവുന്ന ആദ്യത്തെ കുട്ടിയായിരുന്നു അത്. അവരവനെ മുത്തുനബിയുടെ സദസ്സിൽ കൊണ്ടുവന്നു. നബി അവർക്ക് മധുരം നൽകി നൊമാൻ എന്ന പേരും വിളിച്ചു. വളരെ ചെറുപ്പം മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലെ സജീവ സാന്നിധ്യമായിരുന്നു നൊമാൻ എന്നവർ. ഇതുകൊണ്ട് തന്നെ ബഷീർ എന്ന തൻ്റെ പിതാവിന് ആ മകനായ നൊമാനോട് വലിയ ഇഷ്ടമായിരുന്നു. പല സ്നേഹ സമ്മാനങ്ങളും ഈ മകന് നൽകാറുണ്ട്. ഒരിക്കൽ ഈ മകന് വേണ്ടി പിതാവാകുന്ന ബഷീർ ഒരു അടിമയെ ദാനമായി നൽകി. മകന് സമ്മാനമായി കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ എപ്പോഴും വരുന്ന ആളായതുകൊണ്ട് മകന് ഇങ്ങനെ സമ്മാനം കൊടുത്തതറിഞ്ഞാൽ സന്തോഷമാകുമെന്ന് ഉമ്മ പറഞ്ഞപ്പോ മകനെയും കൂട്ടി ബഷീർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധാനത്തേക്കെത്തി. നബിയോട് ബഷീർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഭിമാനത്തോടെ പറഞ്ഞു, നബിയെ, ഞാൻ എൻ്റെ മകൻ ഉമ്മാന് ഒരു അടിമയെ ദാനമായി നൽകിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മറ്റു മക്കൾക്ക് ഇതുപോലെ സമ്മാനം കൊടുത്തിട്ടുണ്ടോ? ബഷീർ ബിൻ ഉമ്മാൻ പറഞ്ഞു, ഇല്ല നബിയെ, കൊടുത്തിട്ടില്ല. നബി തങ്ങൾ ഉടൻ തന്നെ പറഞ്ഞു, എങ്കിൽ അത് പാടില്ല, മടക്കി വാങ്ങണം. നിങ്ങൾ മക്കൾക്കിടയിൽ വിവേചനം കാണിക്കരുത്, അത് ശരിയല്ല. അനീതിക്ക് കൂട്ടുനിൽക്കാൻ ഞാനില്ല. ഇതല്ലേ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾക്കിടയിൽ അനീതി പ്രവർത്തിക്കരുത് എന്ന് ലോകത്ത് പഠിപ്പിച്ച ഒരു നേതാവിന്റെ ചരിത്രമാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്ത് ഹബീബിന്റെ വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ പ്രവാചകൻ സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ മാനവിക മൂല്യത്തിന്റെ ഉന്നതമായ ഉദാത്തമായ ഉദാഹരണം. ഇതുകൊണ്ട് തന്നെയല്ലേ മുസ്ലിമീങ്ങളല്ലാത്ത പല ചിന്തകരും ചരിത്രകാരന്മാരും മുഹമ്മദിയ ജീവിത ചരിത്രമാണ് ലോകത്ത് സമാധാനത്തിന്റെ ആണിക്കല്ല് എന്ന് പറഞ്ഞത്. അള്ളാഹു ഹബീബിന്റെ ജീവിതം പകർത്താൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.